ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൗവനം നമുക്ക് തിരികെ തരുന്ന അത്ഭുത പ്രൊഡക്റ്റുകളും അത്ഭുത കാര്യങ്ങളുമാണ് പറഞ്ഞു തരുന്നത്. പ്രൊഡക്റ്റ് അവിടെ ഇരിക്കട്ടെ, ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ വേറൊരാളായി മാറും കേട്ടോ. സ്കിന്ന് നിങ്ങൾക്ക് യൗവനം തിരികെ നൽകും. മനസ്സിലായില്ലേ? അപ്പോൾ യൗവനം എന്ന് പറയുമ്പോൾ 50 കഴിഞ്ഞവർക്ക് മാത്രമല്ല, 30 തുടങ്ങിയവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ 50-ലെ ചുളിവുകൾക്ക് ഇതാ ഒരു പരിഹാരം. ചെറുപ്പമാകാൻ ഇത് മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, 50കളിലാണ് കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കുന്നത്, ബാക്കി തിരക്കുകളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ 15 വയസ്സ് മുതലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എൻ്റെ പ്രൊഡക്റ്റുകളാണ്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പം ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അതായത് എൻ്റെ അടുത്ത് കുറേ പേര് ഇത് കണ്ണിനടിയിൽ കറുപ്പ് മാറുമോ, അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടും എനിക്ക് ഒരു കുറവുമില്ല, ടാന്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഞാൻ കുറേ പേരുടെ സജഷൻ എടുത്തിട്ട് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് അതായത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതായത് കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാനായിട്ട് സാധാരണ കാരണം ഉറക്കക്കുറവാണ്, പിന്നെ സമ്മർദ്ദം, കുറച്ച് സ്ട്രെസ്സ്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ കൂടുതലായിട്ടും ഉറക്കക്കുറവ്, സമ്മർദ്ദം, വെള്ളം കുറച്ച് കുടിക്കുന്നത്, അതുപോലെ അലർജി, മൊബൈൽ ഒരുപാട് നോക്കുന്നത് എന്നിവയാണ് കേട്ടോ ഈ കണ്ണിനടിയിലെ കറുപ്പ്. ഇതെനിക്ക് സക്സസ്സായ കാര്യങ്ങളാണ്. അതുപോലെ ഉറങ്ങാഞ്ഞിട്ടും വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉടനടിയൊക്കെ കുറച്ച് പരിഹാരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുള്ള ക്രീമുകളോ അതോ ഇതോ എന്ത് നിങ്ങൾ വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഡെയിലി കുറച്ച് കാര്യങ്ങൾ ചെയ്താലേ അത് ക്ലിയറായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനൊന്നും മടി കാണിക്കരുത്, സമയവും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെയിലി നിങ്ങൾക്ക് ഇത് ഗുണകരമാവും. അതായത് ദിവസവും 7-8 മണിക്കൂർ നല്ല ഉറങ്ങുക. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ ഇല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങുക. ഉറങ്ങിയില്ലെങ്കിലാണ് ഈ കൂടുതൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോഴാണ് ഈ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് കൂടുതലായിട്ടും വരുന്നത്. എനിക്കുള്ള അനുഭവങ്ങളാണ് കേട്ടോ, ഒത്തിരി പേര് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, വെള്ളം ധാരാളം കുടിക്കുക. ഇതിലൊക്കെ ഗുണം ചെയ്യും കേട്ടോ. കൂടുതൽ വെള്ളം കുടിക്കുക. അതുപോലെ സൂര്യപ്രകാശത്തിൽ പോകുമ്പോൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ സൺഗ്ലാസ് ഇല്ലേ, അത് നിങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗിക്കാൻ പറ്റാത്തവർ വെയിൽ കൊള്ളാതെ കുടയൊക്കെ പിടിക്കുക. മാക്സിമം നിങ്ങൾക്ക് സൺസ്ക്രീൻ ക്രീം പുരട്ടുക. മനസ്സിലായില്ലേ? സൺസ്ക്രീൻ ഞാൻ പറഞ്ഞില്ലേ, SPF 30, അങ്ങനെ 40, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ നല്ല ബ്രാൻഡിൻ്റെ വാങ്ങി ആ ക്രീം, സൺസ്ക്രീന് കണ്ണിനടിയിലും ഒക്കെ പുരട്ടുക. മനസ്സിലായില്ലേ? മൊത്തത്തിൽ ഒരു അളവ് കുറച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ വിറ്റാമിൻ C, വിറ്റാമിൻ E ഉള്ള ഐ ക്രീം ഉപയോഗിക്കുന്നത് സഹായിക്കും. ഈ അണ്ടർ ഐ ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഗാനിക്കായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ. ഇതൊക്കെ ഞാൻ പണ്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ പൈസയുടെ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ കുക്കുംബർ സ്ലൈസ്, അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്, അറിയായിരിക്കും, ചെയ്യാനും മടി കാണിക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് വെട്ടിയിട്ട് ഒക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കുറയ്ക്കുക. മൊബൈൽ, ലാപ്ടോപ്പ് ഉപയോഗം കുറയ്ക്കുക. തണുത്ത സ്പൂൺ അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് 10 മിനിറ്റ് വയ്ക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ കുക്കുംബർ സ്ലൈസ് അല്ലെങ്കിൽ ചിൽഡ് ടീ ബാഗ് കണ്ണിന് മുകളിൽ വയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ അയൺ കുറവുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾ കൂടുതലാവും കേട്ടോ, പ്രത്യേകം ഞാൻ പറയാം. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ശ്രദ്ധിക്കുക. ഈ കണ്ണിനടിയിൽ കറുപ്പ് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ.
ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ അയൺ കുറവായെങ്കിലും വരും കേട്ടോ. അതുപോലെ തന്നെ എന്താണ് വേറൊരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്, കൈകൾ അങ്ങനെയാണ് ഈ കണ്ണിൻ്റെ അടിയിൽ കറുപ്പൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക. അതായത് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരും. അപ്പോൾ ഈ കണ്ണിനടിയിലുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഫേസ് പാക്ക് ഉണ്ട്. ആ ഫേസ് പാക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ വേറെ എവിടെയെങ്കിലും ഇടാനും സമയമില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ മാത്രം ഇട്ടാലും നിങ്ങൾക്ക് ഇത്രയും ചെയ്യുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് മതി കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് മാറിക്കിട്ടും. ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡെയിലി നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കറുപ്പോട് പോകുന്നതിന് പകരം ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പ്രൊഡക്റ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും കേട്ടോ. ഞാൻ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ണിനടിയിലെ കറുപ്പ് മാറും. ഒത്തിരി പേര് എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് ഈ പാക്ക് മാറുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് മുഖത്ത് മൊത്തം ഇടാൻ ഇല്ലെങ്കിലും കുറച്ച് പുരട്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ കണ്ണിൻ്റെ അടിയിൽ മാത്രം ഇട്ടിട്ട് നിങ്ങൾ മുഖം കഴുകി കളയുക മുഖം കഴുകുമ്പോൾ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാറും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാം. ഈ സോപ്പ് നിങ്ങൾക്ക് ടാന് കണ്ണിൻ്റെ അടിയിൽ കറുപ്പൊക്കെ മാറാനായിട്ട് ഈ സോപ്പ് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഈ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഒരുപാട് ഉരയ്ക്കരുത്, നല്ലോണം തേച്ച് പയ്യെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ആ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറി കിട്ടും കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല, നന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ ഏത് കാര്യവും നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ നമ്മളെന്താ പറയുന്ന ഓർഗാനൈറ്റ് കലക്കി മിക്സ് ചെയ്ത് എടുക്കുന്നതിനൊക്കെ പകരമാണ് ഞാൻ പറയുന്നത്. തേന് അങ്ങനെ പല ഇതും ഓരോരുത്തർ പറയില്ലേ, അതൊക്കെ ഇതേപോലെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ അത് എഫക്റ്റ് വരുള്ളൂ കേട്ടോ. ഇതങ്ങനെയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരിത് കൈകളിൽ അത് പറഞ്ഞു തന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് പറയാം. കൈകളിലെ സൺ ടാൻ കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ കേട്ടോ. ഫസ്റ്റ് ഞാൻ പറയാം, എന്താണ് അലോവേറ ജെല്ലാണ്. ഈ അലോവേറ ജെല്ല് പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നന്നായിട്ട് മാറാനുള്ള ഒരു ഇതാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ അലോവേറ ജെല്ല് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. അല്ല വെറുതെ ഇങ്ങനെ കറ്റാർ വാഴ എടുത്ത ചിലവർക്ക് മാറുമെന്ന് തോന്നണം, എനിക്കറിയില്ല. ബെസ്റ്റ് ഇതാണ്. ഞാൻ ഇവിടെ ജെല്ല് ഉണ്ടാക്കുന്നുണ്ട്, വേറൊന്നും ചേർക്കുന്ന നേരിയ പോലെയുള്ള പ്ലെയിൻ അലോവേറ ജെല്ലും ഉണ്ട്, മറ്റേ അല്ലാതെയുള്ള ജെല്ലും ഉണ്ട്. അപ്പോൾ പ്ലെയിൻ അലോവേറ ജെല്ല് നിങ്ങൾ എടുത്തിട്ട് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ പറയുക, സമയമെടുക്കും എന്തായാലും. അപ്പോൾ അത് നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് മാറാനായിട്ട് കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾ കുളിക്കാൻ പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ അലോവേറ ജെല്ലൊന്ന് പുരട്ടി കൊടുക്കുക. 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ പുരട്ടി കൊടുക്കുക. മുഖത്ത് നിങ്ങൾ തേക്കുന്നവർ തേക്കുക, കണ്ണിൻ്റെ അടിയിൽ പയ്യെ ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പം എനിക്കുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ടായിരുന്നു. ഞാൻ ആ അലോവേറ ജെല്ല് ഒന്ന് കുളിക്കാൻ പോണതിന് മുമ്പ് ഒരു 5 മിനിറ്റ് പുരട്ടിയിട്ട് ഞാൻ വെറുതെ ഈ സോപ്പിൽ തന്നെ കുളിച്ച് വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന്. ഇത് എപ്പോഴും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാറും ജെല്ലിൽ, അലോവേറ ജെല്ല്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ മുഖം സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ആ ഫേസ് പാക്ക് ഇടുക ആ കണ്ണിനടിയിൽ, നന്നായിട്ട് മാറും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണും. അതുപോലെ ഈ പ്രൊഡക്റ്റ് ഇവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് ഈ കൈകളിലെ കണ്ണിൻ്റെ അടിയിലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ സൺ ടാൻ, കയ്യിലെയൊക്കെ സൺ ടാൻ 2 പേര് ഞാൻ ഇന്ന് കുളിക്കാൻ പോണതിന് മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു 1 മാസം ഉപയോഗിച്ചപ്പോൾ, എൻ്റെ സോപ്പ് ഉപയോഗിച്ചപ്പോൾ, പാക്ക് ഉപയോഗിച്ചപ്പോൾ നല്ലോണമല്ല ഏകദേശം മാറിയിട്ടുണ്ട് പറഞ്ഞ്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പണ്ട് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച ഡിയറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഉപയോഗിക്കുമ്പോൾ കുറയായിരിക്കും പറഞ്ഞു. താങ്ക്സ് കേട്ടോ പറഞ്ഞതിന്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മാറും കേട്ടോ, ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ എന്തായാലും ഒരു ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ കൈകളിലെ സൺ ടാൻ കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ കാര്യങ്ങളാണ്. ദിവസവും ഉപയോഗിക്കുക. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് 15-20 മിനിറ്റ് മുമ്പ് SPF 30 ഉള്ളത് കൈകളിൽ പുരട്ടുക.
പിന്നെ അതുപോലെ തന്നെ അലോവേറ ജെൽ രാത്രി പുരട്ടുന്നത് ചർമ്മം ശാന്തമാക്കാനും ടാൻ കുറയ്ക്കാനും സഹായിക്കും കേട്ടോ. അലോവേറ ജെല്ല് കേട്ടോ, ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. കയ്യിലൊക്കെ ടാന് ഒക്കെ ഉള്ളവർ, കൂടുതൽ ഈ ബൈക്കിലൊക്കെ പോകുന്ന വണ്ടി, എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് ഞാൻ സമയം കിട്ടുമ്പോൾ ഇട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ഹാഫ് കൈയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അലോവേറ ജെല്ല് രാത്രി രാത്രി പുരട്ടുന്നത് ചർമ്മം ശാന്തമാക്കാൻ ടാൻ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ചിലവർക്ക് തേച്ചിട്ട് കിടക്കുമ്പോൾ എന്തോ പോലെ ഉണ്ട് എന്നുള്ളവർ ഒരു മണിക്കൂർ മുമ്പ് കുളിക്കുന്നതിനൊക്കെ മുമ്പ് ഇങ്ങനെ ജെല്ലൊക്കെ പുരട്ടിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മുഖത്തിനും മാത്രമല്ല, ശരീരത്തിനും എല്ലാത്തിനും ഉള്ള പ്രൊഡക്റ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അല്ലാതെ ചെയ്യുന്നവരുടെയും ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ഥിരമായി കെയർ എടുത്താലേ നമ്മൾ ഏത് കാര്യവും നല്ല സക്സസ് ആവുകയുള്ളൂ. അതുപോലെ ഞാൻ എടുത്ത് പറയാം, സ്ഥിരമായി കെയർ എടുത്താൽ കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഉറക്കം കുറവായിരിക്കും, എന്നാലും എപ്പോഴും ഇങ്ങനെ കണ്ണിനടിയിൽ കറുപ്പുണ്ടാകും. അത് ഞാൻ കുറയ്ക്കുന്നത് നിങ്ങൾക്കറിയാം, ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കുമ്പോൾ നല്ല കറുപ്പ് തോന്നും, അല്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായി നിങ്ങൾ കെയർ എടുക്കണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുന്നില്ല. കമൻറ്റ് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റ. എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങി നോക്കുക, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാനോ വാങ്ങിക്കാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ വിലയും കുറവാണ്, നിങ്ങൾക്ക് ഗുണവും ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.